നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ്. റാപ്പിഡ് ഫയർ ഏതാണ്ട് 100 എപ്പിസോഡ് പിന്നിട്ട് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വാഹനത്തെപ്പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്ന പ്രോഗ്രാമാണിത്. ഈ ഒരു 100 എപ്പിസോഡിനുള്ളിൽ പല വാഹനങ്ങളുടെയും പരാതികളും മറ്റും പരിഹരിച്ചു കൊടുക്കാൻ കമ്പനികൾ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ സംതൃപ്തിയുള്ള ഒരു പ്രോഗ്രാം എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇന്ന് 2-3 ആഴ്ചയായിട്ട് നമ്മുടെ ഒപ്പം ചേർന്ന് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് മൈജി ആണ്. മൈജി എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം പോലുമില്ല. കാരണം കേരളത്തിൽ എവിടെ നോക്കിയാലും 150ഓളം ഷോറൂമുകളാണ് മൈജിയുടെയും അതുപോലെ തന്നെ മൈജി ഫ്യൂച്ചറിൻ്റെതുമായിട്ട് കേരളത്തിലുള്ളത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലൊരു നിത്യ സാന്നിധ്യമായിട്ട് മൈജി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് മൈജിയിലെ വിശേഷം എന്ന് ചോദിക്കുകയാണെങ്കിൽ, സാംസങ്ങിൻ്റെ S സീരീസിൻ്റെ ഏറ്റവും പുതിയ ഫോണിൻ്റെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ സീരീസ് വന്നപ്പോൾ തന്നെ AI അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അസാധ്യമായ സാധ്യതകൾ ആ ഒരു ഫോൺ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ വരാൻ പോകുന്നതിലാട്ട് അതിനപ്പുറത്തേക്കുള്ള സാധ്യതകളാണ് എന്നാണ് കേൾക്കുന്നത്. തന്നെയല്ല, ക്യാമറയുടെ കാര്യത്തിലും മറ്റും ഏറ്റവും പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നുവെന്ന് കേൾക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ കേരളത്തിലുടനീളമുള്ള മൈജിയുടെയോ അല്ലെങ്കിൽ മൈജി ഫ്യൂച്ചറിൻ്റെയോ ഏത് ഷോറൂമിലും നിങ്ങൾക്ക് ഈ ഒരു ഫോൺ പ്രീ ബുക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോഴേ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന 5000 രൂപയുടെ ആനുകൂല്യങ്ങളാണ്. തന്നെയുമല്ല, ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ആ ഒരു ഫോണിൻ്റെ ആദ്യകാല ഉടമയാകാനും സാധിക്കും. അപ്പോൾ ഇപ്പോൾ തന്നെ മൈജിയുടെ ഏതെങ്കിലും ഷോറൂമിലേക്ക് പോവുക, ഏറ്റവും പുതിയ സാംസങ് S സീരീസ് ബുക്ക് ചെയ്യുക. നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് മൈജിയിൽ എവിടെ ബന്ധപ്പെടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ റാപ്പിഡ് ഫയറിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മുടെ സ്ഥിരം ഷൂട്ട് സ്ഥലത്താണ് നമ്മളിന്നിപ്പോൾ നിൽക്കുന്നത്. ഈ സ്ഥിരം ഷൂട്ട് സ്ഥലത്ത് സ്ഥിരമായി കാണുന്ന ഒരാളെ ഇന്നിപ്പോൾ അംബാസഡർ കാറുമായിട്ട് കണ്ടപ്പോൾ ഞാനിവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. നമസ്കാരം. പേര്? ഖാദർ ഖാൻ. എന്ത് ചെയ്ത് ഖാദർ? എനിക്ക് ഡീറ്റെയിലിംഗ് പരിപാടിയാണ്. അത് ശരി. ഓട്ടോമൊബൈലുമായിട്ട് ബന്ധപ്പെട്ട പരിപാടി. ഷോപ്പായിട്ടുണ്ടോ അതോ? ഇപ്പൊ ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്നത്, അതായത് പോയി ചെയ്യുന്നു. ശരി. നേരത്തെ ഷോപ്പുണ്ട്, ഇപ്പൊ ഒരു ഷോപ്പ് ഇനി പുതിയത് തുടങ്ങണം. ഇപ്പൊ മറ്റു പലർക്കും വേണ്ടി ചെയ്യുന്നു. ഓ ശരി. ഡീറ്റെയിലിംഗ് എന്ന് വെച്ചാൽ എന്താണ് പ്രധാനമായിട്ടും? ഗ്രാഫീനും ഇപ്പൊ നമ്മള് സെറാമിക് വരെയൊക്കെ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ നമ്മള് ഇനി ഷോപ്പായി കഴിയുമ്പോ എല്ലാം ചെയ്യാം. പുതിയ സെറാമിക്. പക്ഷെ ഗ്രാഫീനൊക്കെ വന്നപ്പോ സെറാമിക് ചെയ്യുന്നവരും ഉണ്ടോ? ഉണ്ട്. അതായത് ഇപ്പൊ ഒരു ബേസ് ആൾക്കാരൊക്കെ ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നത്. ആ കോസ്റ്റ് വെച്ചിട്ട് അങ്ങനെയാണ്. ശരി. ഈ PPF എന്ന് പറയുന്നത് വ്യാപകമായി തുടങ്ങിയിട്ടുണ്ടോ? ഫിലിം വ്യാപകമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതിലൊരു എന്താ വെച്ചാൽ കുറച്ച് പ്രോബ്ലംസ് ഇപ്പോഴും എല്ലാരും പറയാനുണ്ട്. ആ ഒരു പെർഫെക്ഷൻ പലയിടത്തൊന്നും കിട്ടുന്നില്ല. അങ്ങനെ പറയുന്ന PPF ചെയ്യുന്നുണ്ട്, വലിയ വണ്ടികൾക്കൊക്കെ ചെയ്യുന്നു. അപ്പൊ സാധാരണ നമ്മളിവിടെ വെച്ച് കാണാറുള്ളത് ഒരു സ്കൂട്ടർ ആയിരുന്നു അല്ലേ? ബൈക്ക്, ബുള്ളറ്റ്. യെസ്. അപ്പൊ ഇതെന്താണ്? ഇത് എടുത്തതാണോ? ഇത് ഒരു 5 കൊല്ലം മുമ്പ് എടുത്ത. നല്ല വഴക്കമുണ്ടോ? അപ്പം ഇതിപ്പോ 18 കൊല്ലായി. അപ്പൊ മാർക്ക് 4 ആണ്. മാർക്ക് 4 നോവ എഞ്ചിൻ. നോവയാണ്. 2007 ആണ്. 2007. എന്താണ് 4 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു വണ്ടി എടുക്കാനുള്ള? ഞങ്ങൾക്ക് ഇയോൺ ഉണ്ടായിരുന്നു. അപ്പൊ ഇയോൺ ഒന്ന് ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞാൽ അത് കൊടുത്ത് ഒരു 1,00,000 കിലോമീറ്റർ അടുത്തായിരുന്നു. എന്റെ ബ്രദറും ഞാനും യൂസ് ചെയ്യുന്നുണ്ട്. വീട്ടിലൊരു വണ്ടിയായിരുന്നു. അപ്പൊ അതൊന്നും കൊടുത്ത് ഒരാവശ്യം വന്നപ്പോ അങ്ങോട്ട് കൊടുത്ത്. അത് കഴിഞ്ഞപ്പോ ഇങ്ങനെ വണ്ടി എടുക്കണമല്ലോ. അംബാസിഡർ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്റെ ഫാദറും എന്റെ മാമാവരൊക്കെ അംബാസിഡർ പഴയ കാലം തൊട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിലാണ് നമ്മൾ കൈയൊക്കെ വെച്ചത് തുടങ്ങിയത്. അപ്പൊ അങ്ങനെ അംബാസിഡർ ഒന്ന് നോക്കി ഒരു സുപ്രഭാതത്തില് മലപ്പുറത്ത് പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നാണ്. 45,000 രൂപയ്ക്ക് എടുത്ത വണ്ടിയാണ്. 45,000 ഡീസൽ ആണ് അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. നോവ, നിങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? നോവ വന്ന സമയത്ത്, ഞാൻ അന്ന് കോട്ടയത്ത് പഠിക്കുന്ന സമയത്തൊക്കെയാണ്. അവിടെ നോവ ആകെ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നതും പറഞ്ഞിട്ട് ഒരു ലോറിയുടെ പ്ലാറ്റ്ഫോമിൽ കയറ്റി വെച്ച് ശവപ്പെട്ടിയുടെ ഷേപ്പൊക്കെ ഇതിലുള്ള പെട്ടിയൊക്കെ വെച്ചിട്ട് ഇതും കൊണ്ട് നടന്നിട്ട് അങ്ങനെ ഇഷ്യൂസ് ഉണ്ടോ? ഇല്ല, അങ്ങനെയല്ല. അത് ആ സ്ട്രൈഡ് എഞ്ചിന്റെ ആ രണ്ടാമത് വന്ന എഞ്ചിന് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് 2007 കേപ്പോ നല്ല എഞ്ചിന് മാറ്റം വന്നായിരുന്നു. ഗ്രാൻഡിലോട്ടൊക്കെ വന്നപ്പോ ഈ എഞ്ചിൻ കഴിഞ്ഞിട്ടുള്ള എഞ്ചിനാണ് ഗ്രാൻഡിൽ വന്നത്. അത് ഇസ്യൂസു എഞ്ചിൻ. ഇതിപ്പോ എത്ര ഓടിയിരുന്നു വാങ്ങിച്ചപ്പോ? മേടിച്ചപ്പോ മീറ്ററിൽ ഒന്നൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 40 ആ റേഞ്ച് ഒക്കെ ഉണ്ടായി. ഇതിന്റെ ഹിസ്റ്ററി നോക്കിയപ്പോ ഇത് ടാക്സി ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു 6 കൊല്ലത്തോളം ടാക്സി ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പല അവതാരങ്ങളുണ്ട്. അതിന്റെ പാടുകളൊക്കെ പണ്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ ചെയ്തത്? എടുത്തിട്ട് എന്തെങ്കിലും ചെയ്തോ? എടുത്ത് ആദ്യം തന്നെ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞ രീതിയിൽ നമ്മുടെ ഒരു മരുങ്ങിന് ചെയ്തു. അത് കഴിഞ്ഞ് റീടെസ്റ്റ് ആയപ്പോ പെയിന്റ് ഒക്കെ ചെയ്തു. അപ്പൊ ഇതിന് സ്ഥിരമായിട്ട് പാച്ച് വർക്ക് ആയിരുന്നല്ലോ പണ്ടത്തെ ഒരു സ്ഥിരം പ്രശ്നം ഉണ്ടായിരുന്നോ? പെയിന്റ് ചെയ്യാൻ നേരത്ത് എടുത്തപ്പോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെയിന്റിങ്ങിന് വന്നപ്പോ പാച്ച് വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ അഞ്ചുകൊല്ലമായിട്ട് അങ്ങനെ വേറെ പാച്ച് വർക്ക് ഒന്നും അങ്ങനെ വന്നില്ല. അപ്പൊ എന്താണ് ഇപ്പൊ ഇത്രയും എന്താ പറയുക ആഗ്രഹിച്ച് വാങ്ങിച്ചിട്ട് ഇത് കാലത്തിന് പറ്റുന്ന വണ്ടിയാണോ?
അത് നമ്മുടെ മൈൻഡ് സെറ്റ് പോലെ ഇപ്പൊ ഞാനും എന്റെ ബ്രദറും ഇതിന്റെ ഒരു ഫാനാണ്. പുള്ളിയാണ് ഇത് എടുക്കണമെന്ന് പറഞ്ഞത്. നമ്മളിപ്പോ ന്യൂജനിലോട്ടൊക്കെ പോയപ്പോ നമ്മൾ അങ്ങനെ റെഗുലർ യൂസ് ചെയ്യുന്നത്. വീട്ടിലേക്ക് ഒരു വണ്ടി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം യൂസ് ചെയ്യും. ഇത് ലോങ്ങും എല്ലാം പോകുന്നുണ്ട്. ആ ഇപ്പൊ പീരിയോഡിക് ആയിട്ട് ഒരു 5000 സർവീസ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകണം. റെഗുലർ യൂസ് സർവീസ് ചെയ്യുന്നൊക്കെ മോർണിംഗ്. അപ്പൊ ആലുവയിലെ ഒരു ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് ചെയ്തോണ്ടിരുന്നത്. നമ്മുടെ ഓട്ടോക്കാരുടെ അലർച്ചയായിട്ട്. അപ്പൊ പുള്ളി ഇപ്പൊ ഇല്ല. ഇപ്പൊ ഞാനിത് ലേറ്റസ്റ്റ് ചെയ്ത് ഇപ്പൊ കോട്ടയത്താണ്. അതെന്ന് വെച്ചാൽ കുറച്ച് ഇത് പവർ സ്റ്റിയറിംഗ് ആക്കി. അപ്പൊ ഫാദറും ഇത് യൂസ് ചെയ്യും. നോവ വന്നപ്പോ പവർ സ്റ്റിയറിംഗ് അല്ല AC ഉണ്ടായിരുന്നു. കമ്പനി AC ഉണ്ട്, പക്ഷെ പവർ സ്റ്റിയറിംഗ് അല്ല. AC നന്നായിട്ട് നല്ല കൂളിംഗ്. മൈലേജ് നോക്കിയിട്ടുണ്ടോ? ഒരു 14 ഒക്കെ റേഞ്ച് കിട്ടുന്നുണ്ട്. എന്താണ് ഈ അംബാസഡറിന്റെ ഇപ്പൊ ഇത്രയും ഓടിച്ചു കഴിഞ്ഞപ്പോ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം? എന്താ ഒന്ന് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് ആൾക്കാരൊരു എന്താ പറയാ, നമ്മളെ ഒരു വെറൈറ്റി ആയിട്ടൊരു വണ്ടി എന്നുള്ളൊരു ഫീല് ഉണ്ട്. അതുണ്ട്, അത് ഇപ്പോഴും ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും കൊണ്ട് പാർക്കിങ്ങിലൊക്കെ ഞങ്ങള് വെറുതെ ലുലുവിന്റെ വാലറ്റ് പാർക്കിലൊക്കെ വണ്ടി കൊണ്ടിടും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെന്ന് പറഞ്ഞാ ഒരു ഫണ്ണാണ്. നമ്മുടെ ഉള്ളിൽ ഈ ഒരു സ്നേഹം ഉള്ളതുകൊണ്ടാണ് അതിനെ കൂടുതൽ. വീട്ടിലൊക്കെ അങ്ങനെ വലിയ താല്പര്യം ഇല്ല, പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് താല്പര്യം ഇല്ല. സാധാരണഗതിയിൽ ഇയോൺ വെച്ചാൽ അതിന്റെ മുകളിലുള്ള ഏതെങ്കിലും ഒരു വണ്ടിയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ പ്രതീക്ഷയില്ല, പ്രതീക്ഷയില്ല. ആരോട് പറയാതെ പോയത്. പണ്ട് പലരും പറയുന്ന കാര്യം, പണ്ടെന്നല്ല ഇപ്പോഴും, പണ്ടൊക്കെ ഉപയോഗിച്ചത് പറയുന്നത് ഇത്രയും ബെസ്റ്റ് ബാക്ക് സീറ്റ് കംഫർട്ട് വേറെ ഉണ്ട്. ആണോ? അങ്ങനെയാണോ? ഓടിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിച്ചു അത് ബാക്കിലിരുന്ന അതുകൊണ്ട് വീട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാക്കിയിരിക്കാൻ. യാത്രക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇതിങ്ങനെ കൊണ്ടുനടക്കുന്ന അവർക്ക് അധികം ഇത് വരില്ല. അതാണ്. അതുപോലെ വേറെ കാര്യമുണ്ട്. പണ്ട് തൊട്ട് പറഞ്ഞാൽ ഫ്രിഡ്ജ് കൂട്ടി കയറ്റാവുന്ന ലോകത്തിൽ ഒരു വണ്ടി, അതിങ്ങനെ വാവിളിച്ചിരിക്കുക, അതിൽ വെക്കാം, ഒരു കയറ് കെട്ടിയ ഫ്രിഡ്ജ് വീട്ടിലെത്തും. അപ്പം ഇനിയിപ്പോ ദീർഘകാലം കൊണ്ടു നടക്കാനാണ് പരിപാടി. ഇതങ്ങനെ കൊടുക്കാൻ താല്പര്യമില്ല എന്തായാലും. ഇത് വെച്ചോണ്ടാണ് വേറെ വണ്ടിയുണ്ട്, സെക്കൻഡറി ആയിട്ട് വണ്ടിയുണ്ട്, എന്നാലും ഇത് കൊടുക്കില്ല. ഈ ഇയോണിനെ പറ്റി എന്താ ഒരു വർഷം ഉപയോഗിച്ചത്? എന്റെ കുറെ കാലം ഉണ്ടായിരുന്നു. അതായത് ഉണ്ടായിരുന്ന ഒരു മീഡിയ വണ്ടി എനിക്ക് തന്നിട്ട് എനിക്ക് ഒരു വർഷത്തോളം ഓടിച്ചു. എനിക്ക് തോന്നിയൊരു വലിയ പ്രശ്നം അതിന് ഈ സിറ്റിയിലൊക്കെ ലാഗ് അല്ലേ, ലാഗ്. പക്ഷേ എന്താ പറഞ്ഞാ ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ വണ്ടി അങ്ങനെ ഉദ്ദേശിച്ചാൽ മതി. പക്ഷെ ഞങ്ങള് ആ ഒരു 2016 പുതിയ എടുത്ത 4 കൊല്ലം ഉപയോഗിച്ചു, 1,00,000 കിലോമീറ്റർ ഓടി. വേറെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. മിനിമം സർവീസ് ചെയ്യും. മൈലേജ് ഉണ്ടായിരുന്നു? മൈലേജ് ലോക്കലിൽ കുറവായിരുന്നു, പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അതാണ് അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായത്. അതിപ്പോ അതേ സെഗ്മെന്റ് വരുന്ന മാരുതിയുടെ വണ്ടികൾക്ക് ഭയങ്കര മൈലേജ് ആയിരുന്നു. അപ്പൊ ഇത് എടുക്കുമ്പോ തന്നെ ആൾക്കാർ ചോദിക്കും നിങ്ങൾ എന്താ ഈ വണ്ടി എടുത്തെന്നൊക്കെ ചോദിക്കും. അതില് ക്വാളിറ്റി ഇല്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ വല്ല ആക്സിഡന്റ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇതിന്റെ കാര്യത്തിൽ നമ്മൾ സർവീസ് എന്ന് പറയുന്നത് എന്താണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? ഓയിൽ ചേഞ്ച് ചെയ്തോളൂ. പിന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ പണികൾ വരും. അവൈലബിൾ ആണോ? ഉണ്ട്, എല്ലാം കിട്ടും. അപ്പൊ ഇത്രയും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പൊ റീസ്റ്റോർ ചെയ്യുന്ന സമയത്താണല്ലോ ഏറ്റവും മിക്ക പാർട്സും മാറി. സർവീസ് അല്ലാതെ എല്ലാ പാർട്സുകളും മാറിയിട്ടുണ്ട്. അതിനൊക്കെ നല്ല കോസ്റ്റ് ആയോ? എന്തായിരുന്നു? പൈസയായി, പുറത്തു പറയായിരിക്കും നല്ലത്. വീട്ടിൽ കയറ്റൂല. ഈ വീഡിയോ വീട്ടുകാരെ കാണിക്കാൻ പറ്റില്ലല്ലേ? പൈസ പറയാൻ പാടില്ല. അല്ല, എങ്കിൽ പോലും 40,000 രൂപ എടുത്തുള്ളൂ. അതിന്റെ ലെവലിൽ നമ്മൾ പണിതിട്ടുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷമാണ്. പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ ഇത് മാത്രം ഉണ്ടായിരുന്ന കാലമായിരുന്നു. ഇപ്പൊ എവിടെയും കൊണ്ട് നിർത്തിയിട്ട് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന അവസ്ഥയായി അംബാസഡർ അല്ലേ? പുതിയ ആൾക്കാർ ഉപയോഗിക്കുമ്പോ അങ്ങനെ വണ്ടികൾ അങ്ങനെ കാണാനില്ല, ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വേറെ വെച്ചാൽ ഈ അംബാസഡർ ഒക്കെ ഇപ്പൊ പണിത് നശിപ്പിച്ചാണ് അധികം കാണുന്നത്. ഇത് പക്ഷെ നല്ല ഷേപ്പില് ഷേപ്പ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ടാക്സി ആയിട്ട് യൂസ് ചെയ്തോണ്ട് അത് നല്ല മെയിൻറ്റൈൻഡ് ആയിരുന്നു. എന്തായാലും ഈ HM എന്ന് പറയുന്ന ഈ ബാഡ്ജിങ് ഒക്കെ നോവേല വന്നത് എനിക്ക് തോന്നുന്നു. ഇതായിരുന്നില്ല. പിന്നെ ഈ സാധനം അടക്കം ഇതെല്ലാം ചേഞ്ച് വന്നത് ഈ വണ്ടികളിലാണ് വന്നപ്പോഴാണ്. ശരിയാണ്. പിന്നെ കുറച്ച് മാറ്റങ്ങൾ ഇവിടെ LED ഒരു വെട്ടത്തിന്റെ ഒരു ഇതിന് വേണ്ടി വെച്ചേക്കുന്നു. അല്ലാണ്ട് വേറെ നമ്മളങ്ങനെ മോഡിഫിക്കേഷൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇന്റീരിയർ ജസ്റ്റ് ഒന്ന്. അതുപോലെ ഈ ഒരു ഡോർ ഹാൻഡിൽ വന്നത് നോവയിലാണ് വലിയ സംഭവമായിരുന്നു. കാരണം വെച്ചാൽ അന്നത്തെ അംബാസഡർ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നതായിരുന്നു വലിയ മാറ്റങ്ങൾ. അല്ലാതൊന്നും വേറെ വളരെ നീറ്റാണ് ഇവിടെ ഇന്റീരിയർ ഒക്കെ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞുള്ളൂ ഇതുപോലെ അംബാസഡറിന്റെ ആ ഗിയർ ലിവർ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന തരത്തിലുള്ള ഗിയർ ലിവർ. ഇന്നലെ ഞാനൊരു വീഡിയോ പറഞ്ഞു കാണുന്നത്.
എന്തായാലും വളരെ നീറ്റ് വണ്ടി, ഭംഗിയായിട്ടുണ്ട്. സീറ്റൊക്കെ അപ്ഹോൾസ്റ്ററി ചെയ്താണ്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോ നമുക്കും അംബാസഡർ വാങ്ങിക്കണം എന്ന് തോന്നുന്ന രീതിയിൽ തോന്നാറുണ്ട്. പക്ഷേ ഈ മെയിൻ്റെനൻസ് അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ആൾക്കാർ ഒഴിവാക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു തലമുറയിലുള്ള ഒരു യുവാവിന് അംബാസഡറിനോടുള്ള സ്നേഹം തീർച്ചയായിട്ടും സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പം പിന്നെ എന്റെ ഈ 15 കൊല്ലം കഴിഞ്ഞപ്പോ 2 വണ്ടി ഉണ്ട്. ഇന്നോവ ഉണ്ട്. ഇന്നോവ ഉണ്ട്. എത്ര ഓടി? അതിപ്പോ റീടെസ്റ്റ് 15. 240 2 കൊല്ലമായിട്ടുള്ളൂ. ലെജൻസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ആ ലെജൻഡ് വിറ്റാലും ആ പൈസ കിട്ടും. അതും എപ്പോഴും കൊടുക്കാം എന്നുള്ളൊരു കുഴപ്പമില്ല. അപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ നമുക്ക് രാവിലെ ഇവിടെ അംബാസഡറുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ഹൈ ഡെഫിനിഷൻ ക്യാമറ, ലോങ് ബാറ്ററി ലൈഫ്, ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ്. അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട്. മൈജി ഫ്യൂച്ചർ. അപ്പോൾ ഇനി നമ്മൾ റാപ്പിഡ് ഫയറിൽ കാണുന്ന നിങ്ങളൊക്കെ ഒരു പരിചിത മുഖമാണ്. നമ്മുടെ 2 വീഡിയോകളിൽ പ്രത്യക്ഷപ്പെട്ട അനുപമ മിസ്സാണ്. നമ്മുടെ ചിന്മയ യൂണിവേഴ്സിറ്റിയുടെ 2 വീഡിയോകളിലാണ് അനുപമ പ്രത്യക്ഷപ്പെട്ടത്. ഇന്നിപ്പോൾ മോളെ സ്കൂളിൽ വിട്ടിട്ട് വരുന്ന വഴിയാണല്ലേ? അപ്പം വെൽക്കം ടു റാപ്പിഡ് ഫയർ. അപ്പോൾ അന്ന് തൊട്ടേ നമ്മൾ കാണുമ്പോഴെല്ലാം ഈ ബെൻസ് C220D ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇതിപ്പം ദിവസവും തൃപ്പൂണിത്തുറ താമസിക്കുന്നു അല്ലേ? പിറവം പോയി വരുന്നു. അപ്പൊ ഒരു സൈഡ് 27 കിലോമീറ്റർ, ഒരു സൈഡ്. അപ്പൊ 54 കിലോമീറ്റർ മസ്റ്റായിട്ട് ഓടുന്നുണ്ട് എല്ലാ ദിവസവും അല്ലേ? മുതലാകുന്നുണ്ടോ? അതെ. ആണോ? മൈലേജ് ഉണ്ട്, നല്ല മൈലേജ് ഉണ്ട്. ആണോ? എത്രയാണെന്ന് നോക്കിയിട്ടുണ്ടോ? എത്രയാന്ന് കറക്റ്റ് നോക്കിയിട്ടില്ല. എന്നാലും ഒരു 15-16 എന്തായാലും അത് കൂടുതൽ കിട്ടുന്നതാണ്. പിന്നെ സിറ്റി റൈഡും കൂടി ആകുമ്പോൾ സിറ്റിക്ക് അകത്ത് ഓടിക്കുമ്പോൾ ഒരു 15-16. എത്ര കാലം എടുത്തിട്ട്? ഇത് 2020 തൊട്ട് എന്റെ കൂടെ. 2020 തൊട്ട് കോവിഡിന്റെ ടൈമിൽ. ശരി. അപ്പം ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് ഓടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ആരുടെ സജഷൻ ആയിരുന്നു ഈ C ക്ലാസ് വാങ്ങിക്കുക എന്നുള്ളത്? അത് ഹസ്ബൻഡാണ് സജസ്റ്റ് ചെയ്തത്. ഹസ്ബൻഡാണ് മേടിക്കാനായിട്ട് ഇനിഷ്യേറ്റ് ചെയ്തത് വണ്ടി. ഹസ്ബൻഡ് ഏതുകൊണ്ട് ഉപയോഗിക്കുന്നത്? പജേറോ സ്പോർട്ട് ആയിരിക്കും അല്ലേ? സ്പോർട്ട്. അപ്പൊ കക്ഷി ഇതിലേക്ക് കൈവയ്ക്കാറില്ല? ഇല്ല. അല്ല, ഞാൻ ചോദിച്ചാൽ ബെൻസ് വീട്ടിലുള്ളപ്പോ സാധാരണഗതിയിൽ ഭർത്താക്കന്മാർ അത് എടുത്തോണ്ട് പോകുന്ന പതിവാണല്ലോ. ശരി. വേറൊരു കാര്യം ഉണ്ടോ? കൊടുക്കാറില്ല. ശരി. പജേറോ ഓടിക്കാറുണ്ടോ? ഇഷ്ടമാണോ? ഈ പൊതുവെ SUV-കളാണല്ലോ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വാങ്ങിക്കുന്നത്. അപ്പൊ C ക്ലാസ് വാങ്ങിക്കുന്ന സമയത്ത് ഒരു ബെൻസിന്റെ SUV ഒന്നും നോക്കിയില്ല? ഇത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്? ഇല്ല, ഇത് തന്നെയാണ് ഇഷ്ടമായി. എന്താണ് ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ? എന്താ? എനിക്കിതൊരു ഫാമിലി മെമ്പർ പോലെയാണ്. ഇപ്പൊ ഏകദേശം 75,000 കിലോമീറ്റർ എന്റെ കയ്യിൽ ഇത് ഓടിച്ചിട്ടുണ്ട്. അത്രയായി. ഇപ്പം 1 lakh അടുപ്പിച്ചായി സർവീസ് ആയി വന്നെങ്കിൽ. അപ്പം എനിക്കത് കംഫർട്ടാണ്. ഇതിന്റെ ആ തരുന്നൊരു സേഫ്റ്റി ഫീലിംഗ്, അതാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ലോങ് ഒന്നും ഓടിച്ചു കഴിഞ്ഞാലും പിന്നെ ക്ഷീണം, അങ്ങനെ ടയർഡ്നെസ് ഒന്നും ഇല്ല. ലോങ് ഒക്കെ പോകാറുണ്ട്. ട്രിവാൻഡ്രം പോകാറുണ്ട്. എന്റെ വീട് ട്രിവാൻഡ്രമാണ്. മിക്കപ്പോഴും ഒരു മാസത്തിലൊരിക്കലും ട്രിവാൻഡ്രം യാത്ര. അപ്പൊ ഈ സഡാനുകൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ റോഡ് കണ്ടീഷൻസിൽ അടി തട്ടുന്ന പ്രശ്നമൊക്കെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇതിന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. കാര്യം ഇതിന് മുമ്പ് ഞങ്ങൾ കുറച്ച് വെർണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചാള്. അപ്പം അതിനേക്കാളൊക്കെ കുറച്ചും കൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലാണ് തോന്നിയിട്ടുള്ളത്. കാര്യം അങ്ങനെ അടി തട്ടാറില്ല. ഇല്ല. അപ്പൊ ഈ 54 കിലോമീറ്റർ കൃത്യമായിട്ട് ഓടുന്ന ഒരാളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ EV-കൾ വളരെ പ്രാക്ടിക്കലാണ്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ഇനി ഒരു EV-യും കൂടി ഇതിന്റെ കൂടെ എടുക്കണം. ഇതിന്റെ കൂടെ ഒരു EV അതെന്തെങ്കിലും മനസ്സിൽ വന്നിട്ടുണ്ടോ? ഏതെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ട് കൊള്ളാലോ എന്ന് തോന്നിയ EV ഉണ്ടോ? എനിക്ക് ഇപ്പം ഈ മഹീന്ദ്രയുടെ BE60 അത് കാണുമ്പോ ഭയങ്കരമായിട്ട് അട്രാക്ഷൻ തോന്നുന്നുണ്ട്. എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കേട്ട് കഴിഞ്ഞാൽ സങ്കടം വരും കേട്ടോ. ഇത് കൊടുക്കുന്നില്ല. ഇതിന് കൂടെ ഒരു EV-യും കൂടി വേണം. വേറെ കാര്യം ഉണ്ട് കേട്ടോ. ഇപ്പൊ അടുത്ത കാലത്ത് ഒരു വലിയ സംഭവത്തിന് ശേഷം വന്നിരിക്കുകയാണ് അനുപമ. അതായത് ആർട്ടിക് സർക്കിളില് നമ്മുടെ ഗവൺമെന്റ് വിട്ട ഒരു സംഘത്തില് അംഗമായിരുന്നു. അവിടെ ചില പരീക്ഷ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് വന്നിരിക്കും. എത്ര കാലം ഉണ്ടായിരുന്നു ആർട്ടിക് സർക്കിളിൽ? അവിടെ 1 മാസം താമസിച്ചിട്ടുണ്ട്. ആണല്ലേ? അവിടെ വണ്ടികളുണ്ടോ? അവിടെ ഉണ്ട്. അവിടെ ഒരു ശരിക്കും റിസർച്ച് സ്റ്റേഷനാണ്. നിയാലിസ് എന്ന സ്ഥലത്തിന്റെ പേര്. അപ്പൊ അവിടെ റിസർച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. 10 രാജ്യങ്ങളുടെ റിസർച്ച് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പൊ ഇവർക്കൊരു ഏകദേശം ഒരു 50 തൊട്ട് 60 പേര് വരെ ഉണ്ടാവും. ഇവിടെ നിന്ന് 1200 കിലോമീറ്റർ കഴിഞ്ഞാൽ കറക്റ്റ് നോർത്ത് പോളാണ്. അപ്പോൾ അവിടുത്തെ ആവശ്യത്തിന് ഇൻസൈഡ് അവിടെ ആ ഒരു കുറച്ച് ഏരിയയിലേക്ക് ഓടി, ഒരു വില്ലേജ് പോലെയാണ്. അപ്പൊ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ വേണ്ടി EV മാത്രമാണ് അവിടെ ഉള്ളത്. കാര്യം മറ്റ് കാസ് ഒന്നും അലൗഡ് അല്ല. അത് എൻവയോൺമെന്റൽ പൊല്യൂഷൻ അവര് EV മാത്രം അലൗഡ്. അത് ഏത് വണ്ടികളുടെ ഏത് കമ്പനികളുടെ ശ്രദ്ധിച്ചായിരുന്നോ EV-കൾ അവിടുത്തെ? ഇല്ല. അത് എവിടെ ചെന്നിട്ടാ പോകുന്നത് ഈ നോർത്ത് പോൾ ഈ സ്റ്റേഷനിലേക്ക്? നമ്മൾ ഏത് രാജ്യത്തു നിന്നാണ്? ഞങ്ങൾ നോർവേന്ന് എക്സിറ്റ് ഇറങ്ങും. നോർവേന്ന് ഇറങ്ങി സോൽബാഡ് എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പൊ സോൽബാഡ് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു 2500-3000 പേരാണ് ആകെയുള്ളത്. അത് ഒരു കോൾഡ് മൈനിങ് ആണ്. അപ്പൊ ആ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അവിടുന്ന് പിന്നെ വീണ്ടും ഒരു ചെറിയ
ഫ്ലൈറ്റിൽ നമ്മൾ നിയാലിസുണ്ടിലേക്ക് എത്തും. അവിടെ ഈ റിസർച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അത് നോർവേയുടെ പാർട്ടാണ്. അപ്പം ഒരു കിങ്സ്ബേ എന്ന് പറയുന്ന നോർവീജിയൻ ഗവൺമെന്റ് ഒരു സെമി ഗവൺമെന്റ് കമ്പനിയാണ് അത് മാനേജ് ചെയ്യുന്നത്. അപ്പം അവിടെ അറ്റ് എ ടൈം ഈ 10 രാജ്യങ്ങളിലെ റിസർച്ചേഴ്സ് കുറച്ച് പേര്, ഇപ്പം ഇന്ത്യയിൽ നിന്ന് 8 പേരാണ് വരുന്നത്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് അതുപോലെ വരുന്നവർ അവിടെ സ്റ്റേ ചെയ്ത്, ചിലർ 1 മാസം സ്റ്റേ ചെയ്യും, ചിലർ 2 ആഴ്ച, ചിലർ 1 ആഴ്ച, അങ്ങനെ സ്റ്റേ ചെയ്ത് അവരുടെ ആ ഒരു റിസർച്ച് വർക്ക് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകും. അപ്പൊ ഈ പറയുന്ന റിസർച്ചേഴ്സ് അല്ലാതെ ആരുമില്ല അവിടെ? ഇല്ല, വേറെ ആരുമില്ല. അപ്പൊ നിങ്ങൾ ഫുഡൊക്കെ എങ്ങനെയാണ്? സ്വയം പാകം? ഇത് അല്ലല്ല, അത് സ്വയം പാകം ചെയ്യാൻ പറ്റില്ല. കാര്യം പോളാർ ബേഴ്സിന്റെ ശല്യം ഉള്ളതുകൊണ്ട് അവരെന്താ ചെയ്യേണ്ട വെച്ചാൽ അവരൊരു കോമൺ മെസ് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ആ മെസ്സിന്ന് എല്ലാവരും കഴിക്കണം ഒരുമിച്ച്. ഈ റിസർച്ചേഴ്സ് എല്ലാവരും ഒറ്റ മെസ്സാണ്. അപ്പൊ നമ്മൾ ഒരുമിച്ച് ഒരു കമ്മ്യൂണിക്കേഷനും ആ സമയത്ത് നമ്മൾ കൊളാബറേഷൻസും നമ്മൾ അതേ രീതിയിൽ റിസർച്ച് ചെയ്യുന്ന മറ്റു രാജ്യങ്ങളിലെ ആൾക്കാരെ കാണാനും അവരുമായിട്ട് ഇതിന്റെ രീതി. പിന്നെ ഒരു സയൻസ് ടോക്ക് ഉണ്ട് മന്ത്ലി. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്ന റിസർച്ച് അത് നമ്മൾ മറ്റുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അവിടെ ഉള്ളവർ തമ്മിൽ ചേർന്നിട്ട് നമുക്ക് മറ്റു ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആ സമയത്ത്. അപ്പൊ ഈ കരടികളുടെ ശല്യം നേരിട്ടായിരുന്നോ? ഞാൻ കണ്ടില്ല, പക്ഷെ ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു എയർപോർട്ട് പോലെ സ്ട്രിപ്പ് ഉണ്ട്, ചെറിയൊരു സ്ഥലം, അവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അവിടുത്തെ ഞങ്ങൾക്ക് റേഡിയോ മെസ്സേജ് കിട്ടി, പക്ഷെ ഏത് സമയം പറയാൻ പറ്റില്ല. അറ്റാക്ക് ഉണ്ട്. വേറെ എന്തെങ്കിലും മൃഗങ്ങളുണ്ടോ അവിടെ? പെൻഗ്വിനുണ്ടോ? പെൻഗ്വിനില്ല, പെൻഗ്വിൻ സൗത്ത് പോളിലാണ് അവിടെ ഉള്ളത്. പിന്നെ റെയിൻഡിയർ ഉണ്ട്, പിന്നെ ആർട്ടിക് ഫോക്സ്, പിന്നെ കുറച്ച് ബേർഡ്സ് ഉണ്ട്. അല്ലാതെ വേറെ ഒന്നും തന്നെ അവിടെ ഇല്ല. റെയിൻഡിയർ കഴിച്ചോ? റെയിൻഡിയർ കഴിച്ചു. കാര്യം അത് അവിടെ മെസ്സിലുണ്ടായിരുന്നു. ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് പക്ഷെ ഞാൻ അത് വലിയ ആഗ്രഹിച്ചു പോയിട്ട് നോർത്ത് പോളില് മറ്റേ മുർമാൻസ്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെ വെച്ച് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് കുറച്ച് മഷ്റൂം കൂടി ചേർത്തിട്ട് ഒരു ചെറിയ രീതിയിലുണ്ടായി. പക്ഷെ നമ്മള് കുഴപ്പമുണ്ടായിരുന്നില്ല, ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി. നോർവീജിയൻ ഫുഡായിരുന്നു. അപ്പൊ അത്രയും ദൂരെ ലോകത്തിന്റെ ഒരു മൂല പോയി താമസിച്ചപ്പോഴത്തേക്ക് ഒരു ഒറ്റപ്പെട്ട ഫീൽ തോന്നിയോ? ഇല്ല, അവിടെ ചെന്ന് താമസിക്കുമ്പോഴാണ് നമ്മളൊന്നും അല്ലെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാര്യം അവിടെ ആകെ ഉള്ളത് ഗ്ലേഷ്യേഴ്സും പെർമഫ്രോസ്റ്റും ആണ്. അപ്പൊ ശരിക്കും ആ ഗ്ലേഷ്യറിന്റെ മെൽറ്റിംഗ് റേറ്റ് കാണുമ്പോൾ ശരിക്കും അത് എത്രത്തോളം നമ്മളത് പൊല്യൂഷൻ ആണ്, അവിടെ വാർമിംഗ് നടക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് അവിടെ ചെല്ലുമ്പോഴാണ്, ആ റിസർച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. വേറെ അപ്പൊ ഈ ഗ്ലേഷ്യേഴ്സ് എത്രത്തോളം ഒരു അതനുസരിച്ചിട്ട് വാട്ടർ ലെവല് റൈസ് ആവും. അങ്ങനെ ഓഷൻ എല്ലാം റൈസ് ആവുന്ന രീതിയിലേക്ക് നല്ല രീതിയിലാണ് മെൽറ്റ് ആയിക്കൊണ്ട് ഗ്ലോബൽ വാർമിംഗിന്റെ ഒരു ശരിക്കും അത് നന്നായിട്ട് അറിയാൻ പറ്റും. 1 മാസം വരെ അവിടെ റേഡിയോ സൈലന്റ് സോൺ ആണ്. അപ്പൊ അവിടെ വൈഫൈ ഇല്ല, ബ്ലൂടൂത്ത് ഇല്ല, ഫോണില്ല. അപ്പൊ ഞങ്ങൾക്ക് ആകെ ഉള്ളത് ലാൻഡ് കേബിൾസ് ഉണ്ട് സ്റ്റേഷനകത്ത്. അപ്പൊ സ്റ്റേഷനകത്ത് വരുമ്പോൾ ലാൻഡ് കേബിൾ കണക്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് വിളിക്കാൻ പറ്റും. സൈലൻസ് ആയിരുന്നു, ടോട്ടൽ ഒരു സൈലന്റ് അറ്റ്മോസ്ഫിയർ. വണ്ടികളുടെ ഹോണില്ല, കാറുകളുടെ ഒന്നുമില്ല, ഒരു സൗണ്ട് പൊല്യൂഷനോ ഒന്നുമില്ല. പിന്നെ EV ആണ് അവിടെ ഉണ്ടായിരുന്നത്. ഇല്ല, ഒന്നുമില്ല. സ്വസ്ഥം സുഖമായിട്ട് 1 മാസം ഞങ്ങള്. പക്ഷെ രാവിലെ ഞങ്ങൾക്ക് ഒരു ബോട്ട് ആക്സസ് ഉണ്ട്. അപ്പൊ അതില് ടൈസൺ എന്നാണ് ആ ബോട്ടിന്റെ പേര്. അപ്പൊ അതിൽ ഞങ്ങള് കടലിലേക്ക് ആർട്ടിക് ഓഷനിലേക്ക് പോകും. ആർട്ടിക് ഓഷനിലേക്ക് പോയിട്ട് ഞങ്ങളുടെ സാമ്പിൾസും കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് തിരിച്ചു വരും. പിന്നെ അവിടെ ഒരു മറൈൻ ലാബ് ഉണ്ട്. അപ്പൊ അതിനകത്ത് കൊണ്ടുവന്നിട്ട് കുറച്ച് പ്രോസസിങ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതലും ഞങ്ങൾ സൈഡിൽ റിലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അതിന്റെ ഇമേജസും വീഡിയോ ഒക്കെയാണ് ഞങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നത്. പേപ്പറായിട്ട് വരും, പേറ്റന്റ് റിസർച്ച് പേപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഔട്ട്പുട്ട് വരും. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ സ്വീഡൻ നോർവേ ഒക്കെ അല്ലെങ്കിൽ തന്നെ EVകളുടെ ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ നോർത്ത് പോളൊക്കെ എത്തുമ്പോൾ തീർച്ചയായിട്ടും EVകൾ തന്നെ ആയിരിക്കും. അപ്പം അനുപമയും EVയിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് എങ്ങനെയാ? ഹസ്ബൻഡ് ആയിരിക്കോ? വണ്ടി കൊടുക്കൂല, കോസ്റ്റ് പുള്ളി കൊടുക്കണം അല്ലേ? എങ്ങനെയുണ്ട്? കാര്യമായിട്ട് വല്ലതും പറയുന്നുണ്ടോ? അയ്യോ ഭയങ്കര കോസ്റ്റ് ആകുന്നുണ്ടല്ലോ. അതിനനുസരിച്ച് മെയിൻ്റെനൻസ് കോസ്റ്റ് കൂടുതലാണ്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു വളരെ കുറവായിരിക്കും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ അല്ലേ? ഇത് കൃത്യമായിട്ട് ഓടുന്നുണ്ട്. ഞാൻ കാണുന്ന കാലം തൊട്ട് ഈ വണ്ടി നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ അനുമയുടെ ബെൻസ് എവിടെ എന്ന് ചോദിക്കുന്ന രീതിയിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് സെല് ചെയ്ത് പോകാൻ നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനൊരു അഡീഷണൽ EVയും കൂടി കിട്ടിയാൽ നല്ലതായിരുന്നു എന്നൊരാഗ്രഹം പറഞ്ഞു. അത് തീർച്ചയായിട്ടും പുള്ളി വാങ്ങിച്ചിട്ട് എന്താ അറിയോ, മെയിൻ്റെനൻസ് കോസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഹസ്ബൻഡ് തീർച്ചയായിട്ടും വാങ്ങിച്ച് കൊടുക്കാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളൊരു സംശയമില്ല. അപ്പൊ ഇന്ന് പോകണ്ടേ കോളേജിലേക്ക്? ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ഇത്തരം വണ്ടിയുടെ ഒരു ഫീഡ്ബാക്ക് തന്നതിന്. എന്തായാലും കുറ്റമൊന്നും പറയില്ല, നമുക്കറിയാം. കാരണം ഇത് നന്നായിട്ട് സർവീസ് ചെയ്ത് കൊണ്ടുവരുന്ന നല്ല മൈലേജ് ആണ്. എൻ്റെ GL ഉണ്ടായിരുന്നപ്പോൾ അതേ എഞ്ചിൻ തന്നെയാണുള്ളത്. എനിക്ക് 20+ മൈലേജ് കിട്ടുന്നുണ്ടായിരുന്നു. അനുഭവം കിട്ടുന്നുണ്ടാവും, അത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. നല്ല മൈലേജ് തീർച്ചയായിട്ടുള്ള ഒരു വാഹനമാണ്. അപ്പോൾ താങ്ക് യു. എന്തിനാ AC നോക്കി വേർക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട AC ബ്രാൻഡുകളുടെ ഒരു വൈഡ് റേഞ്ച് തന്നെ ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വളരെ പെട്ടെന്ന് നമ്മുടെ കേരളത്തിലെ നിരത്തുകൾ കീഴടക്കിയ ഒരു 3 വീലറാണ് മൊണ്ട്ര.
ഞാൻ ഇതിനെപ്പറ്റി ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും കാണുക, ഞാൻ ഓടിച്ചിട്ടില്ല, ഇതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ അടുത്ത കാലത്ത് ഞാൻ ഡൽഹി ഓട്ടോ എക്സ്പോയ്ക്ക് പോയപ്പോൾ അതിൻ്റെ വൈസ് പ്രസിഡന്റ്, ഈ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് മലയാളിയായ ബിനുവാണ്. അപ്പോൾ ബിനുവിനോട് ഞാൻ സംസാരിച്ചു. ബിനുവിനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു ബോണ്ട്ര ഒന്ന് ഓടിക്കാനൊക്കെ തരണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. എന്തായാലും നമ്മളിപ്പോൾ ഒരു ബോണ്ട്ര ഓണറിനെ പരിചയപ്പെടാൻ പോവാണ്. എന്താണ് ഇത്ര പെട്ടെന്ന് ജനങ്ങൾ ഇത് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ ഈ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ സ്വീകരിക്കാനുള്ള കാരണം എന്നാണ് ചോദിക്കാൻ പോകുന്നത്. നമസ്കാരം. നമസ്കാരം. പേര്? ആന്റണി. ആന്റണി. എത്ര കാലമായി ഓട്ടോറിക്ഷ? ഞാനൊരു 10-15 വർഷത്തോളമായി ആണല്ലേ ഫീൽഡിൽ നിൽക്കണം. ശരി. ഏതായിരുന്നു ഇതിന് മുമ്പ് എനിക്ക് ഓടിച്ചത്? ആദ്യം ആപ്പായിരുന്നു, ഡീസലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബജാജ് ഡീസലിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മള് മോണ്ടർ എടുത്തു. ശരി. ഈ ആപ്പേ ഡീസൽ എന്ന് പറയുന്നതാണ് ഇന്ത്യയുടെ ശബ്ദം എന്ന് പറയുന്നത് അല്ലേ? എവിടെ അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് മാറുന്ന വലിയ ബുദ്ധിമുട്ടായി കാണുമല്ലോ. ഇതിന് ശബ്ദമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. അതായത് നമുക്ക് സൗണ്ട് ഇല്ല, പിന്നെ സമാധാനം ഉണ്ട്, ജർക്കിംഗ് ഇല്ല, സൈലന്റ് ആയിട്ട്. ഇപ്പൊ ഓൾറെഡി എനിക്ക് ബജാജിന്റെ ഉണ്ട്, പക്ഷെ എങ്കിൽ പോലും അത് ഓടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് ഓടിക്കുമ്പോൾ നമുക്കൊരു സമാധാനമായിട്ട് വണ്ടി ഓടിച്ച് നടക്കാം. അപ്പൊ ഈ ഇലക്ട്രിക്കിലേക്ക് മാറാൻ തീരുമാനിച്ചെന്തുകൊണ്ടാ? ഞാൻ ആദ്യം CNG എടുക്കാന്ന് വിചാരിച്ചത്. പക്ഷെ നമുക്ക് എല്ലാവരും ആദ്യം ഞാനൊരു നമ്മുടെ ഒരു ഇതിനു ഹൈക്കോർണർ വണ്ടി വന്നായിരുന്നു. അപ്പൊ അതെടുക്കാനുള്ള ഒരു ഇതിലായിരുന്നു നിൽക്കുന്നത്. പക്ഷെ അതില് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവരാണ് ആദ്യം 200 കിലോമീറ്റർ മൈലേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ആ വണ്ടി എടുക്കാന്നുള്ള അവരുടെ കുറെ കൺസെപ്ഷൻ, കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചായിരുന്നു. പക്ഷെ അതിൽ നമുക്കൊരു സംതൃപ്തി എനിക്ക് തോന്നിയില്ല. കാരണം അതിന്റെ മേക്കിംഗ് ഒരുപാട് പുറത്തുനിന്നാണെന്ന് പറഞ്ഞു. ഇന്ത്യൻ മേക്ക് അല്ല അത്. ശരിക്കും തൃശ്ശൂരാണ് അവരുടെ. അതെ. പിന്നെ അവരുടെ ബാറ്ററിക്ക് എന്തോ പ്രശ്നം വന്നു, ഒരു ഫാക്ടറി കത്തി പോവുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ ഡിലേ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മള് അപ്പൊ കുറച്ച് ഡിലേ വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ മോണ്ട്ര എന്നൊരു പരസ്യം നമ്മൾ കാണാൻ. അപ്പൊ എനിക്കത് ഫസ്റ്റ് എന്റെ പരസ്യം കണ്ടപ്പോൾ എനിക്കൊരു ഇഷ്ടപ്പെട്ടു. കാരണം അതിന്റെ വേറൊരു ഡിസൈനാണ്. പക്ഷെ ആന്റണി, അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ സ്റ്റാൻഡിലൊന്നും ആരും ഓടിക്കുന്നില്ല ഇത് വാങ്ങിക്കുമ്പോ? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ രണ്ടാമത് ബുക്ക് ചെയ്ത ആളാണ് ഈ വണ്ടി. പക്ഷെ എനിക്ക് കിട്ടിയത് 1 വർഷം കഴിഞ്ഞിട്ടായിരുന്നു അത്രേ ഉള്ളൂ. കാരണം എനിക്ക് ഡിലേ വന്നു. ഇവര് ഒത്തിരി പ്രശ്നങ്ങളെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഫാക്ടറിയിൽ എന്തൊക്കെയോ ഇവര് അപ്രൂവൽ ഇടാനൊക്കെ ടൈം പിടിച്ച്. അങ്ങനെ ഞാൻ ഒരു കൊല്ലം പിന്നെ ഞാനത് അലോൺ വേറെ രീതിയിലേക്ക് പോയി. അങ്ങനെ രണ്ടാമത് വന്ന് അങ്ങനെ നമ്മള് എടുക്കുകയായിരുന്നു. അപ്പൊ കാഴ്ചയിലാണ് ഇത് ഇഷ്ടപ്പെട്ടങ്ങ് ചെയ്തത്, അല്ലാതെ ഇതിനെപ്പറ്റി കൂടുതലൊന്നും അറിഞ്ഞിട്ടല്ല? അല്ല, അറിഞ്ഞായിരുന്നു. അതിന്റെ നമുക്ക് കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പൊ പിന്നെ പലരും ഞാൻ അന്വേഷിച്ചായിരുന്നു. പിന്നെ കല്യാണം ആയിരുന്നു ആദ്യം നമ്മുടെ ഹൈക്കോടതി ഇത് ചെയ്തത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കല്യാണം അതിൽ നിന്ന് മാറി. അത് മാറിയെന്ന് കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ഞാൻ ഇവരായിട്ട് സംസാരിച്ചായിരുന്നു. പുള്ളി പറഞ്ഞു ഞാൻ ഈ വണ്ടി കണ്ടായിരുന്നു, മറ്റേനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയെന്ന്. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് തിരിഞ്ഞത്. എന്നിട്ട് എന്താണ് അതെല്ലാം അത്തരം അഭിപ്രായങ്ങളെല്ലാം കേട്ട് വാങ്ങിച്ചിട്ട് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ഞാനിപ്പോ ഏകദേശം ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു വണ്ടി എടുത്തിട്ട്. 45,000 കിലോമീറ്റർ ഞാൻ ഓടി. അതെ. എനിക്കിത് എന്താ പറയുക, നമുക്ക് നല്ലൊരു കംഫർട്ടാണ് മെയിനായിട്ട്. ഏതൊരു ഓട്ടോറിക്ഷക്കാരനും കംഫർട്ടാണ്. കംഫർട്ട് ഇതിലുണ്ട്. റേഞ്ച് എന്ത് കിട്ടുന്നുണ്ട്? റേഞ്ച് നമുക്കത് 150 മുതൽ 160, 170 വരെയും കിട്ടും. ലോങ് ട്രിപ്പ് പോകണമെങ്കിൽ 170 വരെ. ഇലക്ട്രിക് വണ്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഓടിക്കുന്ന രീതി അനുസരിച്ച് അതിന്റെ മൈലേജ്. എല്ലാവരും പറയും ഇത് പറയണ മൈലേജ് ഒന്നും കിട്ടില്ല. കാരണം എനിക്ക് സ്കൂട്ടർ ഉണ്ട്. അപ്പൊ അവര് അതുപോലെ പറഞ്ഞ പക്ഷെ നമുക്ക് അത് കിട്ടണ്ടായില്ല. പക്ഷെ അത് ഇതിന് ഓടിക്കുന്ന രീതിയുണ്ട്. ആ രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ മൈലേജ് കിട്ടും. ചാർജ് ചെയ്യുന്ന എത്ര നേരം എടുക്കുന്നുണ്ട്? ചാർജ് ഒരു 5 മണിക്കൂർ അടുത്തൊക്കെ ചാർജ് ചെയ്യുന്നു. അപ്പൊ ഒരു ദിവസം വീട്ടിൽ വെച്ച് രാത്രി ചാർജ് ചെയ്യുന്നു, രാവിലെ പകൽ ഓടുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഓടാനുള്ള ചാർജിനുണ്ടോ? എങ്ങനെയാണ്? നമുക്ക് വലിയ കാര്യമായിട്ടൊരു മീഡിയം ടൈപ്പ് ഇതൊക്കെ നമുക്ക് അത് മതി. കാരണം നമ്മൾ ഏകദേശം ഒരു 140, 130 അതൊക്കെ ഓടുകയുള്ളൂ. പക്ഷെ നല്ല ഓട്ടം കിട്ടുന്ന ദിവസങ്ങൾ ശനി ഞായറൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടക്കൊന്ന് ഉച്ചക്ക് മുഴുവൻ ടൈമിൽ 2 മണിക്കൂർ എക്സ്ട്രാ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം അവിടെ ചെയ്യും. 2 മണിക്കൂർ വിശ്രമമാകും. അതെ, ചാർജിങ് ആവും. അതെ, ചാർജിങ് ആവും. ശരി. വീട്ടില് സാധാരണ പ്ലഗിലാണോ ചാർജ് ചെയ്യുന്നത്? അല്ല, നമ്മള് എക്സ്ട്രാ കണക്ഷൻ എടുത്തിട്ടുണ്ട് ഇതിന്. കാരണം നേരെ ഡയറക്റ്റ് കണക്ഷൻ. അത് നമുക്കൊരു ചാർട്ട് ഉണ്ട് അതിൽ, അവർ തരും. നമുക്ക് ഇത് വണ്ടി വാങ്ങിക്കുമ്പോൾ തരും. അങ്ങനെ എടുക്കണം നമ്മൾ. വേറെ പവർ പ്ലഗ് ആയിരിക്കണം. 4 kg വയർ ആയിരിക്കണം. അപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ പലപ്പോഴും ഇന്ത്യൻ ഈ ഇലക്ട്രിക് വണ്ടികളെ പറ്റി പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരു പരിധി കഴിഞ്ഞാൽ പെട്ടെന്ന് ചാർജ് ഡ്രോപ്പ് ആകുന്നത് അവസാന ഭാഗത്ത്. അങ്ങനെ തോന്നുന്നു? ഇല്ല. നമുക്ക് ഒരു 2 കിലോമീറ്റർ വെച്ചിട്ടാണ് കുറയണത്. പക്ഷെ ആ 2 കിലോമീറ്റർ കുറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓടി ഞാൻ പറഞ്ഞത് നമ്മൾ ആക്സിലേഷൻ കറക്റ്റ് ആണെങ്കിൽ ആ 2 കിലോമീറ്റർ കറക്റ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇത്തിരി കൂടുതൽ, എന്നാലും വലിയ വേരിയേഷൻ ഒന്നും വരാറില്ല. ഒറ്റടിക്ക് കുറയണ പരിപാടിയില്ല. 2 കിലോമീറ്റർ തന്നെ കുറഞ്ഞു പോകും. സർവീസ് ചെയ്ത് ഇപ്പോൾ 1 വർഷം ഓടിച്ചല്ലോ, ഇഷ്ടംപോലെ പലതവണ സർവീസ് ചെയ്ത് കാണും അല്ലേ? എന്താണ് സർവീസിന്റെ കോസ്റ്റ് ഒക്കെ വരാറുള്ളത്? സർവീസിന്റെ കോസ്റ്റ് എനിക്ക് കൂടുതലായിട്ട് വന്നേക്കുന്നത് ശരിക്കും പറഞ്ഞാല് ബ്രേക്കിന്റെ ലൈനറിന് ആണ് നമുക്ക് ഇതിൽ ശരിക്കും കോസ്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ബാക്കിയുള്ളതിന് വലിയ കോസ്റ്റ് ആയിട്ട് വന്നില്ല. അത് ലൈനറും എല്ലാം കൂടി നമുക്ക് ഒരു 3000 രൂപ ഒരു പ്രാവശ്യമായിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് 450 അങ്ങനെയൊക്കെ വരുള്ളൂ. ആ റേഞ്ച് വരുള്ളൂ. കാരണം മറ്റ് ഡീസൽ വണ്ടീനെ ഞാൻ ഈ 45,000 കിലോമീറ്റർ പോയിട്ട് എനിക്ക് ഏകദേശം ഒരു 6,000-7,000 ചെലവ് വന്നിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അത്ര ഇല്ല എന്നാലും ഞാൻ പറയണ്.
അത് ശരി. പക്ഷെ മറ്റേതെന്ന് പറഞ്ഞാല് നമുക്ക് ഒരു മാസം തന്നെ ഈ പറഞ്ഞ 3000-4000 പോകും. ശരിയാണ്. ഇതിന്റെ ഒരു പെർ കിലോമീറ്റർ കോസ്റ്റ് കണക്കാക്കിയിട്ടുണ്ടോ, നോക്കിയിട്ടുണ്ടോ? അതായത് നമ്മളിപ്പോ പുറത്തെ ചാർജ് ചെയ്യണം, അതായത് KCBയുടെ ചാർജിങ് സ്റ്റേഷനിൽ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു 110 രൂപ 120 രൂപ ചെലവ് വരും ഒരു ഫുൾ ചാർജ് ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ വന്നാലും നിസാര പൈസ ഒരു 150 വെച്ച് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ അത്രയൊക്കെ വരുള്ളൂ. പക്ഷെ നമ്മളത് ആ സമയം ഡീസലാണെങ്കിൽ നമുക്ക് 400-500 രൂപ വരെ നമുക്ക് ഡീസൽ അടിക്കണം മാത്രം. ശരി. അപ്പൊ ഇപ്പൊ ഇഷ്ടംപോലെ ഈ മൊണ്ട്ര കാണാൻ കാരണം നിങ്ങളൊക്കെ മൗത്ത് പബ്ലിസിറ്റി ആണോ ഇത് ഉപയോഗിക്കുന്നവരുടെ? എല്ലാ സ്റ്റാൻഡിലും ഇഷ്ടംപോലെ കാണുമല്ലോ ഇപ്പൊ. അത് മൗത്ത് പബ്ലിസിറ്റി ആണോ എന്ന് വെച്ചാല് ഈ ഹൈക്കോൺ എടുത്ത ആളുകൾ എടുക്കണവരുണ്ട്. കാരണം അവര് ഓടിച്ചിട്ട് ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇടിക്കുന്ന ഒരു കസ്റ്റമർ ഉണ്ടായത് കണ്ടായിരുന്നു, പുള്ളിനെ വിളിച്ച് സംസാരിച്ചു എങ്ങനെയുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പുള്ളി വണ്ടി എടുത്തത്, കാരണം ഇത് ആദ്യം ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അതായത് ഇത് ബ്രേക്ക് പിടിക്കുമ്പോൾ 40,000 കിലോമീറ്റർ കഴിഞ്ഞാലാണ് റീജനറേഷൻ ആക്റ്റീവ് ആവുള്ളൂ. 40 കിലോമീറ്റർ കഴിയുമ്പോഴാണ് റീജനറേഷൻ ആക്റ്റീവ് ആവുള്ളൂ. അപ്പൊ ആ ഒരു ഇത് പുള്ളിന്റെ അടുത്ത്, പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല സംഭവം. പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പൊ അതൊക്കെ പുള്ളി, പക്ഷെ പുള്ളി അത് പിന്നൊരു കാര്യം പറഞ്ഞു, ഹൈക്കോണിൽ വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ഈ വണ്ടി ആണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട്. പക്ഷെ ഹൈക്കോൺ മോശമായിരുന്നു ഒരു പുള്ളി പറഞ്ഞിട്ടില്ല, നല്ല വണ്ടി തന്നെയാണ് അതും. ഇലക്ട്രിക് വണ്ടികൾ ഓടിച്ച ഒരാള് എപ്പോഴും ഇലക്ട്രിക് വണ്ടി തന്നെ, ഒരിക്കലും പിന്നെ വേറെ വണ്ടിയിലേക്ക് പോകാൻ തോന്നൂല. പിന്നെ ഇതിന്റെയൊക്കെ ലാഭം എന്ന് പറയാനായിട്ട് നമുക്ക് ബാറ്ററി ലൈഫാണ്. അതാ ഞാൻ ചോദിക്കാൻ വന്നൊരു കാര്യം. അപ്പൊ നിങ്ങളെപ്പോലുള്ളവർക്ക് ഇതുകൊണ്ട് ഉപജീവനം കഴിക്കുന്നവരാണ് അധികം ഓടിക്കുന്നത്. അപ്പൊ ഈ ബാറ്ററിയുടെ ലൈഫ് അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്യേണ്ടി വന്നാലെന്നുള്ള ആശങ്കയൊക്കെ ഇത് വാങ്ങിക്കുമ്പോൾ ഉണ്ടായിരുന്നോ? അതുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞത് നമുക്ക് ഷെല്ലുകളാണ് പോവുള്ളൂ. അപ്പൊ ഷെല്ലുകൾ നമുക്ക് ഈ പറഞ്ഞ കോസ്റ്റ് വരത്തില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇനി ഭാവിയിലേക്ക് വരുന്തോറും ബാറ്ററിയുടെ വില കുറയും. പിന്നെ നമ്മള് പരീക്ഷണങ്ങളാണ് നമ്മുടെ ജീവിതം തന്നെ. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചിന്തിച്ചില്ലെങ്കിൽ നമ്മളൊന്നും എത്തൂല, അവിടെ തന്നെ നിൽക്കും. ശരിയാ. തന്നെ ഈ പറഞ്ഞ പോലെ ആപ്പയുടെ ശബ്ദം സഹിക്കാൻ പറ്റില്ല അല്ലെ, ഓടിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? അതല്ല, ഇതില് വണ്ടി ഓടിച്ചിട്ട് പലരും പറയുന്നുണ്ട് എനിക്ക് കാറിലിരിക്കണ സുഖമാണെന്ന്. നല്ല സൈലന്റ് ആയിട്ട് പോകുന്നു. ഉറങ്ങിയ ഒരുപാട് കസ്റ്റമർ വണ്ടിയിൽ നിന്ന് ഉറങ്ങിയിട്ട് ഞാൻ സ്ഥലത്ത് എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരുപാട് അനുഭവം നമുക്കുണ്ട്. ലൈറ്റ് എങ്ങനെയുണ്ട് രാത്രിയിൽ ഓടിക്കുമ്പോൾ? ലൈറ്റ് ഇത് പലവരും ഇത് മാറ്റി LED ആക്കുന്നുണ്ട്. ഇത് നോർമൽ തന്നെയാണ് എന്റെ കിടക്കുന്നത്. പക്ഷെ എനിക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. വളരെ നീറ്റാണ് ഡാഷ്ബോർഡും അല്ലെ, എല്ലാ കാര്യങ്ങളും. അതുപോലെ അത്യാവശ്യ സാധനം വേണം ഫ്രണ്ടിലും വെക്കാനുള്ള സ്പേസും നല്ലപോലെ ഉണ്ട്. പിന്നെ ഒരു ചെറിയ, ഞാനിപ്പോഴാണ് ഇത് അടുത്ത് കാണുന്നത്, ഒരു ചെറിയ സ്ക്രീന്, എല്ലാം വളരെ നീറ്റാണ്. എങ്ങനെയാണ് മൊത്തത്തിൽ ബിൽ ക്വാളിറ്റി എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? നല്ല ക്വാളിറ്റി ആണോ? ബിൽ ക്വാളിറ്റി ഇതിൽ ചെറിയൊരു പ്രശ്നം പറയാറുള്ളത് ഫ്രണ്ടിന്റെ ഒരു പ്രശ്നം പറയണത്. നമ്മൾ കമ്പനിക്ക് പറഞ്ഞിട്ടുണ്ട്, കമ്പനിയോട് പറഞ്ഞിട്ട് ഫ്രണ്ടിന്റെ ഷോക്ക് ഒരു ഇത്തിരി അടി കൂടുതലാണ്, ആക്ഷൻ കൂടുതലാണ്. അപ്പൊ അത് ഇങ്ങനെ അടിക്കുമ്പോൾ സൗണ്ട് കേൾക്കും. അതൊരു പ്രോബ്ലം ആയിട്ട് നമ്മൾ കമ്പനിയോട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ഇത് മൊണ്ട്രയിൽ ആരെങ്കിലും കാണുന്നുണ്ടാവും, അവരത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ചില ആളുകൾ ഇപ്പൊ ഇത് പോരാ, ഇത് ചാട്ടം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ബാലൻസ്ഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ ബാലൻസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ പക്ഷെ ഇത്രയും കംഫർട്ടാണ് ഇത്തിരി. അപ്പൊ അതും നമ്മൾ കമ്പനിനെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. മറ്റേ വേറെ കാര്യത്തിൽ ഇത് മുരുകപ്പ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പണ്ട് സൈക്കിളുകളുടെ കാര്യത്തിൽ അറ്റ്ലസ് സൈക്കിളൊക്കെ അവരുടെ ആയിരുന്നു. അങ്ങനെ ഒരു വലിയ ഗ്രൂപ്പാണ്. അവരിപ്പോഴും R&D വളരെ ശക്തമായിട്ടുണ്ട്. അത്തരം മാറ്റങ്ങളൊക്കെ വരും, തീർച്ചയായിട്ടും വരും. എങ്കിൽ പോലും ഇപ്പം ഇതുവരെ നമ്മൾ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഓടിയ വണ്ടികളൊക്കെ ഏതായിരിക്കും? 1 ലക്ഷം കോടിയൊക്കെ ഉണ്ടാവുമോ? 75,000-80,000 കിലോമീറ്റർ കൂടിയ ആൾക്കാർ മലപ്പുറം ഭാഗത്തൊക്കെ ഒരുപാട് പേര് അത്രയുമൊക്കെ ഓടിയിട്ടുണ്ട്. ഞാൻ ഓടിയാനായിരുന്നു, എനിക്ക് 2-1.5 മാസത്തോളം ഞാൻ റസ്റ്റൊക്കെ ആയിപ്പോയി. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഓടിയാനായിരുന്നു, അത് ഫുൾ ഓടിപ്പോയാനായിരുന്നു. എത്ര രൂപയായി ഇത് ഓൺ റോഡ്? ഞാൻ എടുക്കുമ്പോൾ എനിക്ക് 3.72 വന്നത്. പക്ഷെ ഇപ്പൊ അതില് പൈസ കൂടിയിട്ടുണ്ട്. ഇപ്പൊ 4.15 വരും, എക്സ്റ്റൻഡ് വാറണ്ടി അടക്കം. ഈ ഡീസൽ ഓട്ടോറിക്ഷയ്ക്ക് എത്ര രൂപയുണ്ട് ഇപ്പം? 3.50 ഉണ്ടല്ലേ? 3.50 3.30 ഉണ്ടല്ലേ? ഞാൻ 2 ലക്ഷം രൂപ താഴെ ആ കാലമൊക്കെ പോയി. ശരി, വണ്ടിക്ക് 3.5 ലക്ഷം രൂപ വില, വണ്ടികളുടെ വില കൂടുന്നുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ മാത്രം കൂടാത്തുള്ളൂ. ചാർജുകളൊക്കെ അവിടെ അങ്ങനെ നിൽക്കുന്നത് പറയാൻ അങ്ങനെയാണ് കൊല വിളിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, എല്ലാം ജീവിക്കണ്ടേ. ശരിയാണ്, ഇത്രയും വലിയ വിലക്ക് വണ്ടി വാങ്ങിച്ചിട്ടല്ലേ അതെ. നമ്മള് ഇലക്ട്രിക് ആണ്, പക്ഷെ നമ്മൾ ഇത്രയും കാശ് മുടക്കി വാങ്ങിക്കുമ്പോൾ അതിന്റെ ഒരു എമൗണ്ട് എല്ലാം കഴിഞ്ഞു പോകണമല്ലോ. ഇനി വേറൊരു ഔട്ട് ഓഫ് ദ ബോക്സ് കാര്യം ചോദിക്കട്ടെ, ഈ മീറ്റർ പൈസയാണ് വാങ്ങിക്കാറുള്ളത്? നമ്മൾ ഓൺലൈനാണ് ഓർഡർ കൂടുതൽ. അതിൽ ഏകദേശം നമുക്ക് 2 റേറ്റ് ആണ് ശരിക്കും. അത് കുറെ പേർക്ക് അറിയില്ല. അതായത് കോർപ്പറേഷനിൽ ഒരു റേറ്റും കോർപ്പറേഷനിൽ നമ്മൾ മുനിസിപ്പാലിറ്റി പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ വേറെ റേറ്റും 1.5 ചാർജാണ് ശരിക്കും വരുന്നത്. അപ്പൊ അത് ആണ് ഏകദേശം ഊബർ വരുന്നത്. പിന്നെ പീക്ക് ടൈം അനുസരിച്ചിട്ട് അവരുടെ വേരിയേഷൻ വരും, പിന്നെ അവരുടെ കമ്മീഷൻ, ടാക്സ് ഇതൊക്കെ വരും. ഞാൻ കൂടുതലും ഓൺലൈനാണ് ഓടുന്നത്. ഇപ്പൊ അധികം ആൾക്കാരും ഓട്ടോറിക്ഷ വിളിക്കുന്ന ഓൺലൈനാണോ? അതെ. എറണാകുളം മിക്കവരും ഓൺലൈൻ തന്നെയാണ്. കാരണം അതിലാവുമ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആണ്. ഓൾറെഡി കസ്റ്റമർ എല്ലാവരും ഊബർ വിളിക്കേണ്ട കാരണം സാറ്റിസ്ഫൈഡ്, തർക്കിക്കേണ്ട ആവശ്യമില്ല. നമുക്കും ഇല്ല. 2 തരത്തിലുള്ള തർക്കമുണ്ട്. ഒന്ന് നിർത്തിയിട്ട് എങ്ങോട്ടാ
അപ്പൊ പറഞ്ഞു ഹൈക്കോടതി അല്ല ഹൈക്കോടതി പോകില്ല എന്നും പറഞ്ഞ് പോകുന്ന ഒരു ഓട്ടോറിക്ഷക്കാരുടെ രീതി ഉണ്ടായിരുന്നു. അപ്പൊ അതും ഇല്ല. ഇപ്പൊ അത്യാവശ്യം ഓൺലൈൻ ആളുകൾക്ക് വണ്ടി കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല എല്ലാവരും റേറ്റ് നോക്കിയിട്ടാണ്, കംഫർട്ട് ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. നമുക്ക് അതിലൂടെ തർക്കിക്കേണ്ട ആവശ്യമില്ല. അവരും ഹാപ്പി. അവർക്കറിയാം, ഞാൻ പറയാം എറണാകുളത്തെ ആളുകൾക്ക് ആരും അങ്ങനെ ഇതൊന്നുമില്ല. അവർക്കറിയാം ഈ പറയണ പൈസക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിയുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ കൂടുതൽ വാങ്ങിക്കുമ്പോഴാണ് അതുണ്ടാവുമല്ലോ. അതെല്ലാ ഫീൽഡിലും ഉണ്ടല്ലോ. അതെ. അപ്പൊ എന്താണ് ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്ന ഇത് കാണുന്നുണ്ടെങ്കിൽ മൊണ്ട്ര എടുത്തോ എന്നാണോ അതിനോട് പറയുന്നത്? അതെ തീർച്ചയായിട്ടും. ഞാനിപ്പോൾ 1 വർഷത്തോളമായി 45,000 കിലോമീറ്റർ ഓടി. എനിക്ക് ഇതുവരായിട്ട് വേറെ പ്രത്യേകിച്ച് കംപ്ലൈന്റുകളൊന്നുമില്ല. ചെറിയൊരു കംപ്ലൈന്റ് വന്നു വെച്ചാൽ നമുക്ക് മഴ വെള്ളത്തിൽ ഓടിച്ചപ്പോൾ ഒരു പ്രശ്നം വന്നു. പക്ഷെ അത് നമുക്ക് ഓൾറെഡി സ്പോട്ടിൽ വന്നിട്ട് അവർ സർവീസ് ചെയ്തു. ആകെ വന്നേക്കുന്ന ഒരു പ്രോബ്ലം അത് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. അതിനുശേഷം മഴയത്തൊക്കെ ഓടിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് എനിക്കൊണ്ട് ഇത്രയും കൂടിയും ഇപ്പൊ വന്ന വണ്ടിയിൽ ഇത്രയും കൂടിയും അഡ്വാൻസ് ആയിട്ട് പല കാര്യങ്ങളും അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അഭിപ്രായം. അപ്പൊ ആദ്യം ഒരു വണ്ടിയാണ് എന്തെങ്കിലുമൊക്കെ ഇല്ലാതിരിക്കില്ല. എന്തൊക്കെ വന്നിട്ട് മനുഷ്യൻ ശ്രമിക്കുന്ന സാധനമല്ല. തന്നെയല്ല ആ മൊണ്ട്രയിൽ അന്ന് നമ്മൾ കണ്ട വൈസ് പ്രസിഡന്റ് പറയണ്ടേ 1 കോടിയിലധികം കിലോമീറ്റർ ഇപ്പൊ എല്ലാം കൂടെ ഓടിക്കഴിഞ്ഞു. അവരതെല്ലാം അതിന്റെ എല്ലാം ഡേറ്റ വെച്ചിട്ട് അതെ നമുക്കിതില് അവര് ഇതില് എല്ലാം റെക്കോർഡിംഗ് ആണ്. എല്ലാ വണ്ടികളും ഡീറ്റെയിൽ അവർക്ക് ഉണ്ട്. എത്ര കിലോമീറ്റർ ഓടുന്നൊക്കെ അറിയാൻ പറ്റും. അതെ അതെ. അപ്പൊ എന്തായാലും സന്തോഷം. മൊണ്ട്രയെ പറ്റി കുറെ കാലം ആഗ്രഹിക്കായിരുന്നു ഇത് ഓടിക്കുന്ന ആരുടെങ്കിലും സംസാരിക്കണം. അങ്ങനെയാണ് അപ്പൊ നമ്മൾ ആന്റണിയെ കണ്ടത്. എവിടെ കിടന്ന് ആന്റണി ഓടുന്നത്? ഇത് നോർത്ത് പ്രീപെയ്ഡ് ആണ്. പക്ഷെ നമുക്ക് ഇവിടെ കയറാനുള്ള ഓപ്ഷൻ ഇല്ല. അവിടെ വേറെ പാസ് എടുക്കണം. അപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് പിന്നെ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഞങ്ങള് ഓൺലൈൻ കേരള ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ ഉണ്ട്. അതിൽ നമുക്ക് പാർട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിലെല്ലാ പാർട്ടിക്കാരും ഉണ്ട്. ഇത് സ്വതന്ത്ര യൂണിയൻ ആണ്. അത് നമ്മുടെ എന്താ പറയുക, ഞാൻ എന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഞങ്ങൾ 500 പേരോളം നമ്മുടെ ഉണ്ട്. 500 മുകളിലുണ്ട് മെമ്പേഴ്സ്. ആദ്യകാലത്ത് ഈ പറഞ്ഞ പോലെ പാർട്ടികൾ തന്നെ ആയിരുന്നു ഇതിനെതിരായിട്ട് നിന്നിരുന്നു. പക്ഷേ അതെ ഇപ്പൊ ഓൾറെഡി പാർട്ടികൾ തന്നെ വേറെ വഴിയില്ല. കാലമാറ്റം ഇനിയിപ്പോ ഓട്ടോ ഫീൽഡ് എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് കുറഞ്ഞ ഫീൽഡ് അല്ല. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് തന്നെ. നമ്മളിപ്പോ ഓടിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇവരെയൊക്കെ പോലെയുള്ള വിദ്യാഭ്യാസമൊക്കെയുള്ള ആൾക്കാരൊക്കെയാണ് ഇപ്പോൾ ഓട്ടോ ഓടിക്കുന്നത്. അപ്പോൾ പഴയ ഒരു ഇതൊക്കെ പോയി. തന്നെയല്ല ഇപ്പം കുറേയൊക്കെ കേരള സമൂഹത്തിൽ മാറ്റം വരുന്നുണ്ട്. എല്ലാ ജോലിക്കും ഒരു ഡിഗ്നിറ്റി ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി വരുന്ന ഒരു കാലം കൂടിയാണ്. അപ്പോൾ അതിന് വളരെ സന്തോഷം. അപ്പോൾ എപ്പോഴെങ്കിലും ഓൺലൈൻ ഓട്ടോ ഓടിക്കുമ്പോൾ ഈ മുഖം നോക്കി വെച്ചു ആന്റണി ആണോ എന്നുള്ള കാര്യം. ഓക്കെ, താങ്ക് യു. മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. അപ്പോൾ മൊണ്ട്രയുടെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ മുതൽ മെഴ്സിഡസ് ബെൻസ് വരെ ഉൾപ്പെട്ട ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട. ഏറ്റവും പുതിയ സാംസങ്ങിൻ്റെ S സീരീസ് ബുക്ക് ചെയ്യാനായിട്ട് ഉടൻ തന്നെ മൈജി അല്ലെങ്കിൽ മൈജി ഫ്യൂച്ചർ ഷോറൂമിനെ സമീപിക്കുക. അങ്ങനെ 5000 രൂപയുടെ ബെനിഫിറ്റുകൾ നേടുക. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച പുതിയ റാപ്പിഡ് ഫെയറുമായിട്ട് കാണാം. ബൈ.